അരുൺ, ഇപ്പോൾ പ്രധാനമന്ത്രി വിമാനത്തിൽ കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ്, അല്ലേ? ക്രിസ്റ്റീന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിലേക്ക് കയറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിമാനത്തിലേക്ക് കയറിയിരിക്കുന്നു എന്ന ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം 5 മിനിറ്റിനകം തന്നെ പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്ന് മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഗവർണർ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങുക, വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അദ്ദേഹത്തിന്റെ വിമാനം ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ ഈ വിമാനത്തിലേക്ക്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിലേക്ക് കയറിയിരിക്കുന്നു. വിമാനം അല്പസമയത്തിനകം തന്നെ ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും. 2 മണിക്കൂറോളം വൈകിയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത്. നേരത്തെ നിശ്ചയിച്ച സമയം 3:50 ആയിരുന്നു. 3:50 കഴിഞ്ഞ് ഇപ്പോൾ 5:50, 2 മണിക്കൂറോളം വൈകിയാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇന്ന് രാവിലെ 10:53 കണ്ണൂരിലെത്തിയ അദ്ദേഹം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം 3 ഹെലികോപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം വയനാട്ടിലെത്തി ചൂരൽമലയും വെള്ളാർമലയും ഒക്കെ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം തിരിച്ച് 5:40 കൂടിയാണ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. വിമാനത്തിൽ അദ്ദേഹം കയറിയതിന് ശേഷം സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം വിമാനത്തിൽ കയറിയതിനു ശേഷം അദ്ദേഹത്തിന് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ്. വിമാനത്തിൽ നിന്ന് അദ്ദേഹം മടങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ വിമാനം ഈ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുമെന്നാണ് ക്രിസ്റ്റീന നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്ന് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്കെത്തുക. എന്തായാലും പ്രധാനമന്ത്രിയുടെ തിരിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം വിമാനത്തിനുള്ളിൽ കയറിയിരിക്കുന്നു. ഇപ്പോൾ വിമാനം അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും. ആ ഒരു ദൃശ്യങ്ങളാണ് ക്രിസ്റ്റീന നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരുൺ പാറക്കലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി ഉടൻ മടങ്ങും. എന്തായാലും പ്രധാനമന്ത്രി വിമാനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയായി. ഉടൻ തന്നെ അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. മുഖ്യമന്ത്രി ഇതിനുശേഷം തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഗവർണർ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് അരുൺ പാറക്കൽ. അരുൺ, വിമാനം പുറപ്പെടാൻ റെഡിയായി കഴിഞ്ഞു. ഋഷിര, വിമാനം പുറപ്പെടാൻ റെഡിയായി കഴിഞ്ഞു. അദ്ദേഹത്തിന് കയറാനുള്ള ചവിട്ടുപടിയൊക്കെ വിമാനത്തിൽ നിന്ന് ഇപ്പോൾ നീക്കുന്ന കാഴ്ച, അവിടെ നിന്ന് വിമാനത്തിൽ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ വിമാനം ഇവിടെ നിന്ന് ഈ കണ്ണൂർ എയർപോർട്ടിലെ റൺവേയിൽ നിന്ന് ഈ വിമാനം നീങ്ങിത്തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിമാനത്തിലേക്ക് കയറി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ വിമാനത്തിലേക്ക് കയറി കഴിഞ്ഞു. എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി കഴിഞ്ഞു. 5 മിനിറ്റോളം സമയം മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിയതിന് ശേഷം ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ ചെലവഴിച്ചത്. അതിനുശേഷം അദ്ദേഹം വിമാനത്തിൽ കയറി ഇനി തിരിച്ചുള്ള മടക്കമാണ്. പക്ഷേ ഇനി എന്ത് എന്നുള്ള ചോദ്യം, അതായത് ഇനി വയനാടിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും എന്നുള്ളത്, വയനാടിനെ ചേർത്ത് പിടിക്കും, കേരളം ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നത്. ആ ഒരു പ്രതീക്ഷ കേരളവും വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് മടങ്ങാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിമാനത്തിലേക്ക് കയറിയിരിക്കുന്നു. അല്പസമയത്തിനകം ഈ വിമാനം ഇവിടെ നിന്ന് പുറപ്പെടും. എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ ഉറപ്പ്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് അതുപോലെ തന്നെ ദുരിതബാധിതരായ ആളുകളെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ ഒരു ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, രാജ്യം കൂടെയുണ്ട് എന്നൊരു ഉറപ്പ്. ഈ സാമ്പത്തികമായ സഹായങ്ങൾ, അതായത് എന്താണ് ഈ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായ അതിൻ്റെ കണക്കൊക്കെ സർക്കാർ കൃത്യമായി തന്നെ കേന്ദ്രത്തെ അറിയിക്കണം. അതിനുശേഷം കണക്കുകളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് കൃത്യമായ നഷ്ടപരിഹാരം, കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്.
ഈ അവലോകന യോഗത്തിലൊക്കെ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് 5:40 ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. 3 ഹെലികോപ്റ്ററും അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിന് തൊട്ടടുത്തായി, അദ്ദേഹത്തിന് പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൻ്റെ തൊട്ടടുത്തായി നിർത്തി. അതിനുശേഷം 5 മിനിറ്റോളം സമയമാണ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ അദ്ദേഹം ചെലവഴിച്ചത്. വിമാനത്തിലേക്ക് അദ്ദേഹം കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കയറിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ നിലവിൽ വിമാനത്തിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹവും ഡൽഹിയിലേക്ക്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയെ അനുഗമിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിമാനം ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി വിമാനത്തിലേക്ക് കയറിയിരിക്കുന്നു. 6 മണിയോടുകൂടി വിമാനം ഇവിടെ നിന്ന് പുറപ്പെടുമെന്ന വിവരം ക്രിസ്tina നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങും. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗവർണർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് ഇറങ്ങും. ഗവർണർ റോഡ് മാർഗമായിരിക്കും പോവുക. നാളെയും അദ്ദേഹം കണ്ണൂര് ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി മടങ്ങാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് വിമാനം അല്പസമയത്തിനകം തന്നെ കണ്ണൂരിൽ നിന്ന് പുറപ്പെടും. ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്tina, ടേക്ക് ഓഫിന് തയ്യാറെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകുന്ന എയർ ഇന്ത്യ 1 പ്രത്യേക വിമാനം. സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയായി. സുരക്ഷാ ഉദ്യോഗസ്ഥരും വിമാനത്തിനുള്ളിൽ കടന്നു. ഇനി ആ വിമാനം ഡൽഹിയിലേക്ക് പോവുകയാണ്. കേരളത്തിനൊപ്പമുണ്ട് എന്ന ഉറപ്പു നൽകിയാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുന്നത്. നാശനഷ്ടങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തണം, വ്യക്തമായ കണക്കുകൾ ഉണ്ടാക്കണം, ആ കണക്കുകൾ അനുസരിച്ച് മെമ്മോറാണ്ടം തയ്യാറാക്കണം. ആ മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിക്കുമ്പോൾ അത് പരിശോധിച്ച ശേഷം കൃത്യമായി കേരളത്തിന് എന്ത് സഹായമാണ്, പണം ഒരിക്കലും ഒരു തടസ്സമാവില്ല വയനാടിൻ്റെ പുനരധിവാസത്തിന് എന്നാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. അതേപോലെ തന്നെ ഭാവി കൂടി കരുതിക്കൊണ്ടുള്ള ഒരു സുരക്ഷയായിരിക്കും കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുക എന്ന ഒരു സൂചനയും കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ, ദുരന്തങ്ങൾക്ക് മുൻപ് തന്നെ മുന്നറിയിപ്പുകൾ നൽകുന്ന സംവിധാനങ്ങളിൽ, പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ ഒക്കെ തന്നെ കേന്ദ്രവും കേരളവും ചേർന്ന് പ്രവർത്തിക്കുമെന്നൊരു സൂചന കൂടി പ്രധാനമന്ത്രിയുടെ വാക്കുകളിലുണ്ട്. ഇത്രയും ഉറപ്പു നൽകിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുന്നത്. മുഖ്യമന്ത്രി തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. അതുപോലെ തന്നെ ഗവർണർ റോഡ് മാർഗം തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് അരുൺ പാറയ്ക്കൽ പറയുന്നത്. അരുൺ, ഇതിനിടയ്ക്ക് ഗവർണർ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സൂചനയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചില ഉറപ്പുകൾ ഗവർണർ പറയാനുള്ള ഒരു സാധ്യതയുണ്ടോ? ക്രിസ്tina, അക്കാര്യം തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഗവർണർ അദ്ദേഹം റോഡ് മാർഗമാണ് ഇവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം റോഡ് മാർഗമാണ് പോകുന്നത് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഗവർണർ പുറത്തിറങ്ങുന്ന മുറയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കും എന്നൊരു വിവരം, മാധ്യമങ്ങളെ കാണും എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിമാനം അത് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്, അത് റൺവേയിൽ നിന്ന് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഗവർണർ അതിനുശേഷമായിരിക്കും ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഈ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വയനാട്ടിൽ പ്രധാനമന്ത്രി എത്തിയതിന് ഉണ്ടായ ചർച്ചകളും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ ഗവർണർ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, എങ്ങനെയായിരിക്കും ഈ ദുരിതബാധിത പ്രദേശങ്ങളെ കേന്ദ്ര സർക്കാർ അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് കൈത്താങ്ങാകുക, കേരളത്തെ എങ്ങനെ ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിശദാംശം നമുക്ക് ഒരു വിവരം പുറത്തു വരാനുണ്ട്. അത് ഗവർണറിൽ നിന്ന് ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഗവർണർ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും, ഈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്ന ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം കണ്ണൂർ എയർപോർട്ടിലെ റൺവേയിൽ നിന്ന് അത് ടേക്ക് ഓഫിന് തയ്യാറെടുക്കുന്ന ആ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം ഇപ്പോൾ ഇവിടെ നിന്ന് നീങ്ങി തുടങ്ങിയിരിക്കുന്നു, റൺവേയിൽ നിന്ന് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ വിമാനം പ്രധാനമന്ത്രിയെയും വഹിച്ച് ഡൽഹിയിലേക്ക് യാത്രയാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നത്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് കണ്ണൂരിലേക്ക് എത്തിയത്. തുടർന്ന് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും തിരിച്ച് അദ്ദേഹവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്
അല്പസമയത്തിനകം തന്നെ ഈ വിമാനം ഇവിടെ നിന്ന് പുറപ്പെടും. ഇപ്പോൾ വിമാനം റൺവേയിൽ നിന്ന് നീങ്ങി തുടങ്ങിയ ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടും. വയനാടിന് നൽകിയ ഉറപ്പ് അദ്ദേഹം ഈ ദുരന്തം സംഭവിച്ച ഉടൻ തന്നെ ചൂരൽമലയിലും വെള്ളാർമലയിലും അതുപോലെ തന്നെ ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ച സമയത്ത് തന്നെ കേരളത്തെ വിളിക്കുകയും മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൻ്റെ ഒരു വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ന് ഇവിടേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 10:53 കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തുകയും കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അവരോടൊപ്പം അദ്ദേഹം ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ വെള്ളാർമലയിലുമൊക്കെ സന്ദർശിച്ചു. ഈ ദുരിതബാധിത പ്രദേശങ്ങൾ അദ്ദേഹം കൃത്യമായി നോക്കിക്കണ്ടു. ഏറെ സമയം അദ്ദേഹം അവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്.